ആലത്തൂർ പറക്കുന്നം റോഡിലെ യാത്രാ ദുരിതത്തിന് അറുതിയായില്ല. ആലത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 1ഉം 2ഉം വാർഡുകളിൽ പെടുന്ന പറക്കുന്നം റോഡ് യാത്രാ ദുരിതത്തിന്റെ നേർചിത്രമാണ്. നവീകരണത്തിന്റെ ഭാഗമായി ഫെബ്രുവരിയിൽ റോഡ് പൊളിച്ചിരുന്നു. എന്നാൽ ഇതേവരെ നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടില്ല. വിദ്യാലയങ്ങൾ തുറന്നതോടെ നൂറുകണക്കിന് വിദ്യാർത്ഥികളും സ്കൂൾ ബസ്സുകളുമാണ് ഇതുവഴി യാത്ര ചെയ്യുന്നത്. ദിനംപ്രതി നടക്കുന്ന അപകടങ്ങൾക്ക് കണക്കില്ലെന്നാണ് പ്രദേശത്തുള്ളവർ പറയുന്നത്. പഞ്ചായത്ത് റോഡുണ്ട്, വളരെ മോശമായ റോഡുകളാണ്. നേരത്തെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഒരുവിധം വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം അത് വീണ്ടും ഈ മെറ്റൽ കൊണ്ടിട്ട കാരണം വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ എന്താ ഒരു തവണ ആലത്തൂർ വന്ന് വീണു ആ കയറ്റത്തിൽ. ആരോടാ പരാതി പറയാം? പരാതി പറയേണ്ട ആൾക്കാർ തന്നെ ഒന്നും ഇതാകുന്നില്ല. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്ന സാഹചര്യമുണ്ട്. എടാംപറമ്പ് തടയണ നിറഞ്ഞാൽ നിരവധി പേരുടെ ഏക യാത്രാമാർഗമാണ് പറക്കുന്നം റോഡ്. ഈ പാതയിലൂടെ വെങ്ങന്നൂർ വഴിയാണ് ആലത്തൂർ നഗരത്തിലേക്ക് എത്തേണ്ടത്. നിലവിൽ വാഹനങ്ങൾ റോഡിൽ കേടായി നിൽക്കുന്നതും ആളുകൾ വീഴുന്നതും പതിവാണെന്ന് വാർഡ് മെമ്പർ അബ്ദുൽ കരീം പറയുന്നു. ഫെബ്രുവരി ടെൻഡർ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ ശേഷം 1.5 മാസം കഴിഞ്ഞ ശേഷമാണ് ഈ സാധനം ചെയ്തിരിക്കുന്നത്. അത് മെറ്റൽ കൊണ്ട് ഇട്ടുപോയി. കാരണം സാധാരണഗതിയിൽ വണ്ടികളും 2 വീലറൊക്കെ പോകുന്ന ഒരുപാട് വഴിയാണ്. ഗ്യാസ് കാരണം കുട്ടികളൊക്കെ ചെക്ക് ഡാമിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേ പോകുന്നത് എല്ലാവരും, കാരണം ബാങ്ക് റോഡിലെ എല്ലാവരും. പക്ഷേ ഇതുവരെ ഈ കോൺട്രാക്ട് എടുത്ത ആൾക്കാർ ഇതൊന്നും ചെയ്തിട്ടില്ല. ഈ 1.5 മാസം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അവർ റോളർ കിട്ടിയില്ല. ഓരോ കാരണങ്ങൾ പറയുന്നതാണ്. ഒരു മില്ലാന്ന് പറഞ്ഞാൽ കാരണം ഒരു ലേഡീസുകൾ ഒരു 2 വീലറിൽ പോകുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ജെൻസിനെ പോലെ അവർക്കത് ഓടിക്കാനും കഴിയില്ല. കാരണം 2-3 ദിവസമായിട്ട് ഇങ്ങനെ വീഴുന്നുണ്ട്. അതിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് പ്രശ്നം. ഇപ്പോഴും പറയണത് നാളെ വേണ്ടേ. ഇതെന്തായാലും ഇത് നടക്കുന്നതല്ല. കാരണം ഒരു ബഡ്സ് സ്കൂളിൽ അവൻ്റെ ബഡ്സ് സ്കൂളിൽ തന്നെ പഞ്ചായത്തിൻ്റെ ബഡ്സ് സ്കൂളിൽ ഒരു വണ്ടി പോകുന്നുണ്ട്. അവൻ്റെ 4 ടയർ പോയി. ഇതേപോലെ അത് പഞ്ചായത്തിൻ്റെ കയ്യിൽ ഇതേപോലെ ഒരു പ്രൈവറ്റ് പാർട്ടിയും വണ്ടികളും 2 വീലർ ഇതൊക്കെ മറിയുന്നുണ്ട്. ഇന്ന് വരെയും ഒരു അധികാരികളും തിരിഞ്ഞു നോക്കുന്നില്ല. റോഡ് പണി എത്രയും വേഗം പൂർത്തീകരിക്കണമെന്ന് വെങ്ങന്നൂർ സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടു. യാത്ര വളരെ ദുഷ്കരമാണ്. ഞങ്ങളുടെ ബസ് ഇതുവഴിയാണ് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ പിഞ്ചു കുട്ടികളാണ് അതിലൂടെ വരുന്നത്. ഇനി മഴക്കാലമൊക്കെ വരുമ്പോൾ വളരെയധികം ദുഷ്കരമായിട്ടുള്ള ഒരു യാത്രയാണ്. ഞങ്ങളുടെ വണ്ടിക്ക് മെയിൻ്റനൻസും എല്ലാം കൂടുതലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് ആ പണി വേഗത്തിലാക്കി, റോഡിൻ്റെ പണി വേഗത്തിലാക്കി ഞങ്ങൾക്ക് ഒരു നല്ലൊരു യാത്രാ സൗകര്യം ഒരുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പഞ്ചായത്തിനോട് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.